PM ശ്രീ വിഷയത്തിൽ അവസാന വാക്ക് മുഖ്യമന്ത്രിയുടേത് എന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. മുഖ്യമന്ത്രിയാണല്ലോ പ്രധാനം, എല്ലാവരുമായി ചർച്ച ചെയ്ത് മുന്നോട്ടു പോകും. PM ശ്രീ എന്ന കുഴപ്പമുണ്ടാക്കി വെച്ചത് മുൻ സർക്കാരാണെന്നും ഷംസുദ്ദീൻ കുറ്റപ്പെടുത്തി. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണല്ലോ ഈ ക്യാബിനറ്റിൻ്റെ ഹെഡ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങളെല്ലാവരും ചർച്ച ചെയ്തൊരു തീരുമാനം ഉണ്ടാവും. ഇവിടെ സത്യത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്, വേറെയും ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പോൾ അവരുണ്ടാക്കിയ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം, ഞങ്ങളുടെ പോളിസിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ എങ്ങനെ മറികടക്കാം, ഇതൊക്കെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അവരാണ് തുടക്കം കുറിച്ചത്, അവർ തുടങ്ങി വെച്ചതാണ് ഇപ്പം ഉണ്ടാക്കിയ പ്രതിസന്ധി. നേരെ മറിച്ച് അവർ ഒപ്പിട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ അതിലൊരു പുതിയ പ്രതിസന്ധി ഉണ്ടാകണില്ലല്ലോ. അതേസമയം വിഷയത്തിൽ PK കുഞ്ഞാലിക്കുട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് PM ശ്രീ വിഷയവുമായി കുഞ്ഞാപ്പ വലിയ തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം സനീറ്റ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സനീറ്റയാണ് കുഞ്ഞാലിക്കുട്ടിയോട് ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നത്. എന്തായിരുന്നു സമീപനം, എന്തൊക്കെ വിശദാംശങ്ങൾ ലഭിക്കുന്നു സനീറ്റ? ആനന്ദ്, തീർച്ചയായിട്ടും PM ശ്രീ വിഷയത്തിൽ ഒരു വ്യക്തമായ നിലപാട് മുസ്ലിം ലീഗിന് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വലിയ വിമർശനമായിരുന്നു ഇത്തരത്തിൽ സർക്കാരിനെതിരെയും വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും ഉണ്ടായിരുന്നത്. നമ്മൾ കണ്ടതാണ്. ഈ മുഖപത്രത്തിൽ വിശദമായി പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു മറുപടി പോലും പറയാൻ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായ ഒരു മറുപടി പറയാൻ ഇത്തരത്തിൽ നിലവിലെ സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും പേടിയാണ് എന്നുള്ള രൂക്ഷമായ വിമർശനം തന്നെയായിരുന്നു ഇത്തരത്തിൽ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഉണ്ടായിരുന്നത്. അതിനെതിരെയാണ് ഇത്തരത്തിൽ നമ്മൾ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം തേടിയത്. എന്നാൽ കുഞ്ഞാലിക്കുട്ടി ആ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമായിരുന്നു. യാതൊരു തരത്തിലും ഇത്തരത്തിൽ ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇതിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വലിയ രൂക്ഷമായ വിമർശനമായിരുന്നു മുസ്ലിം ലീഗിൻ്റെയും ഭാഗത്തു നിന്നും കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്നത്. വ്യക്തമായ നിലപാടുകൾ തന്നെ കുഞ്ഞാലിക്കുട്ടി ആ സാഹചര്യത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ പുതിയ സർക്കാരിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല, പേടിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു. ഈ എല്ലാവരുമായി, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സമസ്തയൊക്കെ എതിർപ്പറിയിച്ച സാഹചര്യത്തിൽ എല്ലാവരുമായി ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാകും ഉണ്ടാകുക. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടേതാണ് അവസാന വാക്ക്. വരും ദിവസങ്ങളിൽ കൂടുതൽ മന്ത്രിസഭാ യോഗം, ക്യാബിനറ്റൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു അഭിപ്രായത്തിൽ മുഖ്യമന്ത്രിയുടേതാണ് അവസാന വാക്ക് എന്ന് തന്നെയാണ് ഷംസുദ്ദീനും വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, PM ശ്രീ വിഷയത്തിലൊക്കെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ആയിരുന്നു. എന്നാൽ അതേ നിലപാട് തന്നെ പുതിയ സർക്കാരും, അല്ലെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരൊക്കെ ഈ PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രൂക്ഷമായ വിമർശനമാണ് ഇന്നേ ദിവസവും തന്നെ മുൻ മന്ത്രി V ശിവൻകുട്ടിയൊക്കെ ഉൾപ്പെടെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അടിയന്തരമായി ഇത്തരത്തിൽ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പും അടിയന്തരമായി ഇത്തരത്തിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു? ഇത് തന്നെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്നൊക്കെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് ശിവൻകുട്ടിയും സംസാരിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ PM ശ്രീ വിഷയത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വളരെ രൂക്ഷമായി വിമർശിച്ചിരുന്ന കുഞ്ഞാലിക്കുട്ടിക്കും മുസ്ലിം ലീഗിനും നിലവിൽ ഈ സംഭവത്തിൽ യാതൊരു പ്രതികരണവുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ അവർക്ക് പേടിയാണ് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നതും. ശരി, വ്യക്തമാണ്. സനീറ്റയാണ് തിരുവനന്തപുരത്ത് നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.